കരഞ്ഞു കൂവി പോന്നേനെ. അതെങ്ങനെയായിരുന്നെങ്കിലെന്ന് അറിയാമോ? ഈ കയ്യിലിരിക്കുന്ന മുതലിനെ നാട്ടിൽ വിട്ടിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കരഞ്ഞേനെ. മാമാട്ടിയുടെ 5ാം മാസത്തിൽ നമ്മൾ പോകുമ്പോഴേക്കും അവൾക്ക് വലിയ അറിവൊന്നും ആയിട്ടില്ലായിരുന്നു. അന്ന് അവള് ജസ്റ്റ് കമന്ന് വീഴാൻ സ്റ്റാർട്ട് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അവള് പിടിച്ചു നിൽക്കാനും തലകുത്തി മറിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. നിലത്തിറങ്ങാനൊക്കെ നല്ല ബഹളമായിരുന്നു. ഒരുപാട് നേരത്തെ കളിക്കും ബഹളത്തിനൊടുവില് അവളത് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ട്രെയിനിലുള്ളവര് മാമാട്ടിനെ കണ്ടപ്പോ തന്നെ ഒന്ന് പേടിച്ചു കേട്ടോ. പോരാത്തതിന് ഇവളുടെ ബഹളവും. ടീറ്റിയൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, ബഹളം വെക്കരുത് പാപ്പാന്നൊക്കെ. എനിക്ക് ചെറിയ ഉറപ്പുണ്ടായിരുന്നു മാമാട്ടി കൃത്യം അവൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഉറങ്ങുമെന്ന്. അവൾ അങ്ങനെ ഉറങ്ങുകയും ചെയ്ത് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം എണീക്കുകയും ചെയ്ത് നമ്മൾ അങ്ങനെ ആവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ കയറി വേണം നമുക്ക് നമ്മുടെ സ്റ്റേഷനിൽ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്.